हेलो दोस्तों, आप सब लोगों को हारिस्टी क्लासेस में स्वागत है। आज हम बबुआ और बूढ़ा कविता पढ़ने जा रही है जो ഷൈൽ സിൽവർസ്റ്റൈൻ ने लिखा है। കൂട്ടുകാരെ എല്ലാവർക്കും ഹരിശ്രീ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കവിതയാണ് ബബുവ ഓർ ബൂഡ. ഷൈൽ സിൽവർസ്റ്റൈൻ ആണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോവാം. बबुआ बोला, अक्सर मेरा चम्मच मुझसे गिर जाता है. बूढ़ा बोला, जाने भी दो, मुझसे भी यह हो जाता है. बबुआ बोला, कभी कभी तो कर देता हूँ निक्कर गीली, हम भी कर देते हैं सूसू, करनी पड़ती है धोती ढीली. बड़ा रोटा बच्चा हूँ मैं, अब बबुआ ने बात उठाई. बूढ़ा बोला, मैं भी आती मुझको बहुत रुलाई. बबुआ बोला, बहुत बुरा है, बढ़ के हम पर ध्यान न देते. बूढ़े ने बूढ़े हाथों से हाथ फिराया बबुआ पर. समझ रहा हूँ बात तुम्हारी, मुझे पता है तुम जो कहते. बबुआ बोला, अक्सर मेरा चम्मच मुझसे गिर जाता है. बूढ़ा बोला, जाने भी दो, मुझसे भी यह हो जाता है. ചെറിയ ആൺകുട്ടി, ബബുവ എന്ന് പറഞ്ഞാൽ ചെറിയ ആൺകുട്ടി. ചെറിയ ആൺകുട്ടി വൃദ്ധനോട്, ബൂഡ എന്ന് പറഞ്ഞാൽ വൃദ്ധനോട് പറയാണ് തൻ്റെ ചമ്മച്ച് സ്പൂൺ മിക്കപ്പോഴും തൻ്റെ കയ്യിൽ നിന്നും വീണു പോവാറുണ്ട്. അപ്പോൾ വൃദ്ധൻ തിരിച്ചു പറയാണ്, വൃദ്ധൻ തിരിച്ചു പറയാണ്, ജാനേ ബി ദോ, സാരമില്ല, മുജ്സെ ബി യഹ് ഹോ ജാത്ത ഹെ, എൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനത്തെ ഒരു ചില അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് എന്ന് പറയാണ്. बबुआ बोला, कभी कभी कर देता हूँ निक्कर गीली, हम भी कर देते हैं सूसू, करनी पड़ती धोती ढीली. ഇടയ്ക്കിടെ തൻ്റെ നിക്കർ നനയാറുണ്ടെന്ന് ആൺകുട്ടി പരാതി പറയാണ്. താനും മൂത്രമൊഴിക്കുമ്പോൾ മുണ്ട് അയഞ്ഞു പോകാറുണ്ടെന്ന് വൃദ്ധൻ പറയാണ്. बड़ा राउटा बच्चा हूँ मैं, अब बबुआ ने बात उठाई. बूढ़ा बोला, मैं भी आती मुझको बहुत रुलाई. താൻ നന്നായി കരയുന്ന കുട്ടിയാണെന്ന് ആൺകുട്ടി തുടർന്ന് പറഞ്ഞപ്പോൾ തനിക്കും ഏറെ കരച്ചിൽ വരാറുണ്ടെന്ന് വൃദ്ധൻ പറയാണ്. ബബുവ ബോല, बहुत बुरा है, भड़के हम पर ध्यान न देते. बूढ़े ने बूढ़े हाथों से हाथ फिराया बबुआ पर. समझ रहा हूँ बात तुम्हारी, मुझे पता है तुम जो कहते. മുതിർന്നവർ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന്, അത് വളരെ മോശമാണെന്നും ആൺകുട്ടി പറഞ്ഞപ്പോൾ അവനെ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞ കാര്യങ്ങൾ തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും തനിക്കും അതേ അനുഭവമുണ്ടെന്ന് വൃദ്ധൻ പറയുന്നു. അപ്പോൾ ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ബच्चे रोते हैं बूढ़े भी, क्या दोनों के रोने का कारण समान है? വിചാർ കരേ, കുട്ടികൾ കരയുന്നുണ്ട്, വൃദ്ധരും, രണ്ടുപേരുടെയും കരച്ചിലിൻ്റെ കാരണം ഒരു കാരണം തന്നെയാണോ എന്നാണ് ഇവിടെ ചോദ്യം. बच्चे छोटी छोटी बातों के लिए हट करके रोते हैं, लेकिन बूढ़े अपने मन की व्यथाओं के कारण रोते हैं. बूढ़ों का रोना हम सह नहीं सकते, उनका दुख दूर करने का ഉത്തരദായിത്വം ഹം പർ ഹേ, ഹം ബൂഢോं का ആദർ കരേ. കുട്ടികൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ശാഠ്യം പിടിച്ച് കരയുന്നു, പക്ഷേ വൃദ്ധന്മാരുടെ കാര്യം അങ്ങനെയല്ല. മനസ്സിലെ സങ്കടങ്ങൾ കൊണ്ടാണ് അവർ കരയുന്നത്. വൃദ്ധരുടെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. അവരുടെ ദുഃഖം ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കാണ്. നമുക്ക് വൃദ്ധരെ ആദരിക്കാം. ഏ പങ്ക്തിയും പടി, ഈ വരികൾ വായിച്ച് ചുവടെ ചെന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എഴുതാം. बबुआ बोला, बहुत बुरा है, बढ़ के हम पर ध्यान न देते. बूढ़े ने बूढ़े हाथों से हाथ फिराया बबुआ पर. समझ रहा हूँ बात तुम्हारी, मुझे पता है तुम जो कहते. बढ़ के हम पर ध्यान न देते, इस पर अपना अनुभव लिखे. ബഡ്കെ ഹം പർ ധ്യാൻ ന ദേത്തെ, ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അനുഭവം എഴുതാൻ, മുതിർന്നവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള അനുഭവങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ജബ് മേ 5वीं कक्षा में था, तब एक बार टीचर ने मुझे कुछ चिड़ियों
का चित्र और उनका विवरण संकलन करने को कहा। मैंने स्कूल से आते ही माँ जी से चिड़ियों के बारे में पूछा। तब उन्होंने कहा कि ये बातें पिताजी से पूछो। पिताजी दफ्तर के कागज़ों में व्यस्त थे। उन्होंने कहा कि भैया की मदद मांगे। भैया भी स्कूल के कुछ ज़रूरी असाइनमेंट लिखने में व्यस्त थे। मुझे रुलाई आई। फिर मैंने खुद पुरानी किताबों में ढूंढकर कुछ चिड़ियों के चित्र और उनके विवरण का संकलन किया। तब मुझे लगा कि बड़के मुझ पर ध्यान न देते। ഞാൻ 5ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ ഒരിക്കൽ ടീച്ചർ എന്നോട് പക്ഷികളെക്കുറിച്ചുള്ള ചിത്രവും അവയുടെ വിവരണവും ശേഖരിക്കാൻ പറഞ്ഞു. ഞാൻ സ്കൂളിൽ നിന്നും വന്ന ഉടനെ അമ്മയോട് പക്ഷികളെക്കുറിച്ച് ചോദിച്ചു. ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് ചോദിക്കാൻ അമ്മ പറഞ്ഞു. ചേട്ടൻ്റെ സഹായം ചോദിക്കാൻ അച്ഛൻ പറഞ്ഞു. ചേട്ടനും സ്കൂളിൽ നിന്നും ചില അത്യാവശ്യ അസൈൻമെൻറ്റ് എഴുതുന്നതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എനിക്ക് കരച്ചിൽ വന്നു. പിന്നീട് ഞാൻ തന്നെ പഴയ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് പക്ഷികളുടെ ചിത്രവും അവയുടെ വിവരണവും ശേഖരിച്ചു. മുതിർന്നവർ എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് അപ്പോഴാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഇവിടെ എഴുതാവുന്നതാണ്. ഖേലെ ആങ്ക് മിച്ചോനി ക്രോസ് വേർഡ് പസിൽസാണ് ചെയ്യാനുള്ളത്. ആദ്യത്തേത് ലൈ, സിതാര, രാത്, ഗഹര, അന്ത്, സാൽ, സമുദ്ര, ജവാബ്, സബ്, साथ, जब, आज, सूरज, उल्लू, बबुआ, आसमान, बुआ, बस. അർത്ഥങ്ങൾ നോക്കാം. ബബുവ ആൺകുട്ടി, ബോയ് അക്സർ മിക്കവാറും, ഓഫൺ ചമ്മച്ച് സ്പൂൺ, ബൂഡ വൃദ്ധൻ ഓൾഡ് മാൻ, കബി കബി ചിലപ്പോഴൊക്കെ, നിക്കർ തന്നെയാണ് ട്രൗസർ, ഗീല നനഞ്ഞ വെറ്റ്, ധോത്തി മുണ്ട്, ഢീല അയഞ്ഞ ലൂസ്, റൗട്ട കരയുന്ന ക്രൈയിങ്, ബച്ച കുട്ടി ചൈൽഡ്, രുലായി കരച്ചിൽ ക്രൈ, ബുര മോശം ബാഡ്, ഭടിക്കെ മുതിർന്നവർ, ബാത്ത് കാര്യം മാറ്റർ, ബോൽന പറയുക ടു സേ, ഗിർന വീഴുക ടു ഫോൾ, ഹാത്ത് ഹാൻഡ് കയ്യ്, ധ്യാൻ ശ്രദ്ധ കെയർ, ഹാത്ത് ഫെർന തലോടുക.